എറണാകുളത്ത് നടന്ന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളന വേദിയിൽ പ്രതിഷേധിച്ച സ്കൂളുകളെ അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്നും വിലക്കി. NMHSS തിരുനാവായ മാർ ബേസിൽ കോതമംഗലം എന്നീ സ്കൂളുകളെയാണ് വിലക്കിയത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മിയിലേക്ക് വരാം. എന്തുതന്നെയായാലും ഗുരുതരമായൊരു വിഷയം തന്നെയാണ് ഇത്. നിലവിൽ പ്രതിഷേധിച്ച 2 സ്കൂളുകളെയാണ് ഇപ്പോൾ വിലക്കിയതായിട്ടുള്ള നടപടി അറിയുന്നത്. കഴിഞ്ഞ സമാപന സമ്മേളനത്തിൽ വെച്ചുണ്ടായ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടൊരു വിലക്ക് കൊണ്ടുവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, എന്താണ് മറ്റു വിവരങ്ങൾ? നവംബർ 4 മുതൽ 11 വരെ എറണാകുളം ജില്ലയിൽ സംഘടിപ്പിച്ച കേരള സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിലാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതിന് വേണ്ടി കമ്മിറ്റിയെ രൂപീകരിച്ചു. ആ കമ്മിറ്റി വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് 2 സ്കൂളുകളെ NMHSS തിരുനാവായ മലപ്പുറം, അതോടൊപ്പം തന്നെ മാർ ബേസിൽ HSS കോതമംഗലം, ഈ 2 സ്കൂളുകളെ 2025-26 വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള മത്സരത്തിൽ നിന്നും വിലക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ, അതായത് വിധി നിർണയവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. അല്ലാതെ ഈ വേദികളിൽ പരിപാടി നടക്കുന്ന കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന വേദികളിലോ സമാപന സമ്മേളന വേദികളിലോ ഒന്നും തന്നെ പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത്തരത്തിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ളതും അറിയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ കായികമേളയുടെ സമാപന ചടങ്ങിൽ 2ഉം 3ഉം സ്ഥാനങ്ങൾ കിട്ടിയ സ്കൂളുകൾ പ്രതിഷേധിച്ചിരുന്നു. ഇവരെയാണ് അടുത്ത ഒരു വർഷത്തേക്ക് വിലക്കിയിരിക്കുന്നത്. ശരി, രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.